ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് മത്തിയാണ് ട്ടോ. അപ്പം മത്തി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മുറിച്ചെടുക്കാമെന്ന്. എനിക്കങ്ങനെ ഇടയ്ക്ക് മൂഡ് വരുമ്പോൾ ഞാനിങ്ങനെ മത്തിയൊക്കെ മുറിക്കും ട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മുറിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ സൈഡിലേക്ക് കൂടിയാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൊത്തമായിട്ട് അങ്ങനെ തലയെടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് അതൊക്കെ മുറിച്ചു. അപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത് അതിൽ അണാറുണ്ടായിരുന്നു. അപ്പോൾ അണാറൊക്കെ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എല്ലാ മത്തിയിലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ട്ടോ. എല്ലാത്തിലും ഉണ്ടായിരുന്നു അണാറ്. അപ്പോൾ അതൊക്കെ അങ്ങനെ മാറ്റി വെച്ച് മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇന്ന് കറി വയ്ക്കുന്നത് അമ്മ തന്നെയാണ് ട്ടോ. അപ്പോൾ ചട്ടിയിൽ ഒരു തക്കാളി മുറിച്ചിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ തേങ്ങയൊന്ന് അരച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പോൾ ഒന്ന് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അമ്മ ജാറിലേക്കും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി ഒഴിക്കുകയാണ്. എന്നിട്ട് അത് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. എന്നിട്ട് തിള വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മീനെടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്തു. ബാക്കിയുള്ളത് നമ്മൾ എന്തായാലും പൊരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊരിച്ചതും കറിയും ഒക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് നല്ല സുഭിക്ഷമായിട്ട് ചോറുണ്ടു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.